വയനാട്ടിൽ നിന്ന് വന്ന അത്രയ്ക്ക് ആശ്വാസം നൽകാത്ത ഒരു വാർത്തയാണ് നമ്മൾ ഇന്നലെ കേട്ടത്. ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ. ഇന്നിതാ ഒരു ആത്മഹത്യാ ശ്രമത്തിന്റെ വാർത്ത കൂടി വരികയാണ്. ആ ആത്മഹത്യാ ശ്രമം ഉണ്ടായിരിക്കുന്നത് വേറെ എവിടെ നിന്നുമല്ല, നേരത്തെ 2 മരണം സംഭവിച്ച ഒരു വീട്ടിൽ നിന്നാണ്. വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ മരുമകളാണ് ആത്മഹത്യയ്ക്ക് ഇന്ന് ശ്രമിച്ചത്. പത്മജയെ ബത്തേരി വിനായക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് എത്തി മൊഴിയെടുത്തു. പരിക്ക് ഗുരുതരമല്ല. പാർട്ടിക്കാരുമായി ബന്ധപ്പെട്ട് പത്മജയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നുവെന്ന് മകൻ പറഞ്ഞു. കോൺഗ്രസ് വെറുതെ വിടില്ലെന്ന് അമ്മ പറഞ്ഞിരുന്നുവെന്നും മകൻ പറയുന്നു. പനിയൻ ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മേനോട് ചോദിക്കാൻ പോയപ്പം അമ്മ ഓൾറെഡി മുറിച്ചിട്ടുണ്ടായിരുന്നു കൈ. പിന്നെ രണ്ടാമത് മുറിക്കാൻ പോയപ്പം ആണ് ഞാൻ കറക്റ്റ് കണ്ടത്. ലാസ്റ്റ് ഹോസ്പിറ്റലിലോട്ടൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ അടിയായിരുന്നു. എൻ്റെ മര്യാദയ്ക്ക് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബം മുഴുവൻ ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് എൻ്റെ അച്ഛനും ഇളയച്ഛനും ആദ്യം മരിച്ചു. ഇപ്പം അച്ഛന് തീരെ വയ്യാണ്ടായി. എൻ്റെ ഇടയിൽ കൂടെ ഇപ്പം എൻ്റെ അമ്മയും ഇവർ ഇങ്ങനെ ആയി. ഇപ്പം ഞങ്ങളിനി എന്ത് ചെയ്യും? എനിക്കിനി അനിയനും അനിയത്തിയും ഉള്ളത്. ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർ പറയട്ടെ. അമ്മ ഇന്നലെ പറഞ്ഞിരുന്നു എന്നോട് ഭയങ്കര ഇവർ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നോട്. സാനിയോ മനോമി ചേരുന്നു നമുക്കൊപ്പം. സാനിയോ മനോമി, മൂത്ത മകനാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. അതിനിടയിൽ താഴെയുണ്ട് 2 കുഞ്ഞുങ്ങൾ. ആ 3 കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ വളർത്താനാണ്? നിങ്ങൾ പറഞ്ഞ ആ വീടിന്റെ ഒരു പട്ടയമെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അത് വിറ്റിട്ട് പോകാമായിരുന്നു. അങ്ങനെ ഏറെ ബുദ്ധിമുട്ടിലാണ് താനെന്ന് നേതാക്കളെയൊക്കെ കണ്ടൊക്കെ പറഞ്ഞ ആളാണ് പത്മജ. ഒരു വഴിയും മുന്നിൽ കാണാതെ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സമ്മർദ്ദം, അത് പാർട്ടി തലത്തിൽ നിന്ന് എത്തിയതാണോ പത്മജയെ ഈ രീതിയിൽ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചത്? പത്മജയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് സാനിയോ? സുജയ, പത്മജയുടെ ആരോഗ്യനില ഇപ്പോൾ കുഴപ്പമില്ല. ആരോഗ്യനില അവർ അപകടാവസ്ഥ തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. സുജയ പറഞ്ഞത് തന്നെയാണ്, അവർക്ക് അവരുടെ വീടിന്റെ ആധാരമെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ അത് വിറ്റിട്ടാണെങ്കിലും അവരുടെ കടം വീട്ടാമായിരുന്നു എന്നാണ് പത്മജ രാവിലെ നമ്മളോട് പറഞ്ഞത്. മാത്രവുമല്ല, കോൺഗ്രസ് ആണ് തങ്ങളെ ഇത്രയധികം ഉപദ്രവിച്ചത്. വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബം തകർത്തത് കോൺഗ്രസ് ആണ്. പാർട്ടിയിൽ ഇനി വിശ്വാസമില്ല എന്നാണ് അവർ പറയുന്നത്. ആ കാര്യം പറഞ്ഞ് രാവിലെ ലൈവിൽ അവർ 20 മിനിറ്റോളം നമ്മളോട് സംസാരിച്ചതിന് ശേഷം ആണ് നമ്മൾ അവിടെ നിന്ന് പോരുന്നത്. പിന്നീട് ഉച്ചയോടുകൂടിയാണ് ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചു, കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വിവരം നമുക്ക് വരുന്നത്. അങ്ങനെയാണ് ആശുപത്രിയിൽ എത്തുന്നതും. ഏതായാലും ദാരുണമായ സംഭവം. പത്മജയുടെ മൈനറായ മകൻ പറഞ്ഞതുപോലെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ലേ, എൻ്റെ താഴെ 2 കുഞ്ഞു മക്കൾ കൂടി ഉണ്ട് എന്നാണ് പത്മജയുടെ മകൻ പറഞ്ഞിരുന്നത്. അവർക്കൊക്കെ ജീവിക്കേണ്ടതല്ലേ, എങ്ങനെ ജീവിക്കുമെന്ന് ഇവർ മറുപടി പറയട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പത്മജയുടെ ആരോഗ്യാവസ്ഥയ്ക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പത്മജ നേരത്തെ തന്നെ ഈ എന്നാണ് അതിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അത് കോൺഗ്രസുകാരനായി ജീവിച്ചു മരിച്ച, പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയ ഒരാളുടെ മരുമകളാണ് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നത്. കൊലയാളി കോൺഗ്രസെ, നിനക്കിതാ ഒരു ഇര കൂടിയെന്ന് ഒപ്പിട്ട് ഒരു കത്തെഴുതി വെച്ചാണ് പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇപ്പോൾ പത്മജയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. പത്മജയാണ് ആ 3 കുഞ്ഞുങ്ങളെയും വളർത്തേണ്ടത്. അതുപോലെ തന്നെ ഭർത്താവിനും സുഖമില്ലാതിരിക്കുകയാണ്. ആശുപത്രിവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ. ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ് എന്നത് കൃത്യമായി അറിയുന്ന പാർട്ടി എന്തുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ ചോദ്യം. സാനിയോ,